ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ മാർക്കറ്റ് നിങ്ങൾക്കെതിരെയാണെന്ന്? നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നു, എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്ന ആ ഒരു നിമിഷം ടപ്പേന്ന് പറഞ്ഞ സ്റ്റോപ്പ് ലോസ് ഹീറ്റാകുന്നു, നിങ്ങൾ പുറത്ത്. ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? അതിനുശേഷം മാർക്കറ്റ് നിങ്ങൾ വിചാരിച്ച അതേ ഡയറക്ഷനിലേക്ക് ഒരു റോക്കറ്റ് പോലെ പോകും. ഇത് നിങ്ങളുടെ മാത്രം കഥയല്ല. ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരമുണ്ട്. അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരി, നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒന്ന് ആലോചിച്ച് സത്യസന്ധമായി ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. ഒന്നാലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ നല്ലൊരു അവസരം കണ്ട് ട്രേഡിൽ കയറുന്നു, എല്ലാം പെർഫെക്റ്റാണ്. പക്ഷെ പെട്ടെന്ന് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് താഴോട്ട് വരുന്നു, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് മാത്രം തട്ടിത്തെറിപ്പിച്ച് പിന്നെ നിങ്ങൾ പ്രവചിച്ച അതേ ദിശയിലേക്ക് ഒരു മിസൈല് പോലെ കുതിച്ചു കയറുന്നു. ആ ഒരു ഫീലിംഗ്, ആ ഒരു നിരാശ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടല്ലേ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ ഒരു കാര്യത്തിലും പേടിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലോകമെമ്പാടുമുള്ള ഒട്ടുമിക്ക റീറ്റെയിൽ ട്രേഡർമാരും ഈയൊരു അവസ്ഥയിലൂടെ ഒരുപാട് തവണ കടന്നുപോയിട്ടുള്ളവരാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു സാധാരണ സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായി സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും. ഇത് ഭയങ്കര ലോജിക്കലാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ സത്യത്തിൽ അതൊരു കെണിയാണ്, ഒരു മിഥ്യാധാരണ മാത്രം. എന്താണതെന്നല്ലേ നമുക്ക് നോക്കാം. ഏതോ വലിയ ശക്തികൾ, മാർക്കറ്റ് മേക്കർമാരോ ബ്രോക്കർമാരോ എന്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണെന്ന് നോക്കിവെച്ചിട്ട് മനഃപൂർവ്വം വില അവിടെ എത്തിച്ച് എന്നെ പുറത്താക്കുന്നു. ഈയൊരു ചിന്ത, ഈയൊരു സ്റ്റോപ്പ് ഹണ്ടിംഗ് തിയറി നിങ്ങളുടെ മനസ്സിലും പലതവണ വന്നിട്ടുണ്ടാകും അല്ലേ? പക്ഷേ ഒരു മിനിറ്റ്, നമുക്കൊന്ന് ആലോചിക്കാം. ഇത് ശരിക്കും നടക്കുന്ന കാര്യമാണോ? ദിവസവും കോടിക്കണക്കിന് ഡോളറുകൾ ട്രേഡ് ചെയ്യുന്ന ഈ വലിയൊരു മാർക്കറ്റിൽ വലിയ കളിക്കാർക്ക് നിങ്ങളുടെയോ എന്റെയോ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് തട്ടിപ്പറിക്കാൻ മാത്രം സമയമുണ്ടോ? ശരിക്കും? അതോ നമ്മൾ കാണാത്ത വേറെന്തെങ്കിലും ഒരു കാരണം ഇതിനു പിന്നിലുണ്ടോ? ഒരുപക്ഷേ ഈ പ്രശ്നം നമ്മളുണ്ടാക്കുന്നത് തന്നെയാണോ? അപ്പോൾ നമുക്ക് യഥാർത്ഥ കാരണത്തിലേക്ക് വരാം. ഈ സംഭവത്തിന് പിന്നിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിംഗ് അല്ല, അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട വളരെ സിമ്പിളായൊരു ആശയമുണ്ട്. ആ ഒരൊറ്റ വാക്കാണ് ലിക്വിഡിറ്റി. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സത്യം അംഗീകരിക്കണം. മാർക്കറ്റിന് നിങ്ങളെപ്പറ്റി ഒരു ചുക്കും അറിയില്ല. നിങ്ങളുടെ ട്രേഡ്, നിങ്ങളുടെ ഫീലിംഗ്സ്, നിങ്ങളുടെ പ്രതീക്ഷകൾ, ഇതൊന്നും മാർക്കറ്റിന്റെ വിഷയമേ അല്ല. മാർക്കറ്റ് ഓടുന്നത് വ്യക്തികളെ നോക്കിയല്ല, അതിനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അപ്പം മാർക്കറ്റ് എന്താണ് തേടുന്നത്? ലിക്വിഡിറ്റി. ഒരുപാട് ട്രേഡർമാർ ഒരേ സ്ഥലത്ത്, ഉദാഹരണത്തിന് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടിന് തൊട്ടു താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ അവിടെ ഓർഡറുകളുടെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി സോൺ എന്ന് പറയുന്നത്. ഒരു വലിയ കുളം നിറയെ ഓർഡറുകൾ കിടക്കുന്നത് പോലെ സങ്കൽപ്പിക്കുക. ഇവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. വില ഒരു കാന്തം പോലെ ഈ ലിക്വിഡിറ്റി സോണുകളിലേക്ക് ആകർഷിക്കപ്പെടും. എന്തിനാണെന്നറിയോ? കാരണം മാർക്കറ്റിലെ വലിയ കളിക്കാർക്ക്, അതായത് ബാങ്കുകൾക്കും ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും അവരുടെ വലിയ ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഈ ലിക്വിഡിറ്റി അത്യാവശ്യമാണ്. അവർക്ക് വേണ്ടത്ര ബൈ ഓർഡറുകളും സെൽ ഓർഡറുകളും കിട്ടുന്ന സ്ഥലമാണിത്. അപ്പോൾ നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡർമാർക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നത്? നമ്മളെങ്ങനെയാണ് അറിയാതെ തന്നെ ഈ ലിക്വിഡിറ്റി സോണുകളിലേക്ക് നമ്മുടെ പണം കൊണ്ടുപോയി കൊടുക്കുന്നത്? നമുക്ക് നോക്കാം. സാധാരണയായി 3 വലിയ തെറ്റുകളാണ് സംഭവിക്കാറ്. ഒന്ന്, സ്റ്റോപ്പ് ലോസ് എൻട്രി പോയിന്റിന് വളരെ ടൈറ്റായി, അതായത് തൊട്ടടുത്ത് വെക്കുന്നത്. 2, എല്ലാവർക്കും വളരെ വ്യക്തമായി കാണാൻ പറ്റുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളിൽ തന്നെ കൊണ്ടുപോയി സ്റ്റോപ്പ് വെക്കുന്നത്. 3, മാർക്കറ്റിന്റെ വലിയ പിക്ചർ എന്താണെന്ന് നോക്കാതെ ചെറിയ ടൈം ഫ്രെയിമിൽ മാത്രം ശ്രദ്ധിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലേ? ഈ ഒരു ഉദാഹരണം നോക്കിക്കേ. ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡർമാരൊക്കെ ഭയങ്കര ആവേശത്തിലാവും അല്ലേ? ഇനി ഇത് മുകളിലോട്ട് തന്നെ എന്ന് കരുതി എല്ലാവരും വാങ്ങാൻ തുടങ്ങും. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കും? ആ ബ്രേക്ക് ചെയ്ത ലെവലിന് തൊട്ട് താഴെ തന്നെ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഒരുപാട് സ്റ്റോപ്പ് ഓർഡറുകൾ ഒന്നിച്ചു വരും. അതായത് ഒരു വലിയ ലിക്വിഡിറ്റി സോൺ അവിടെ റെഡിയായി. ഇനി മാർക്കറ്റിലെ വലിയ കളിക്കാരെന്ത് ചെയ്യും? സിമ്പിൾ. അവർ പ്രൈസ് ചെറുതായിട്ടൊന്ന് താഴോട്ട് കൊണ്ടുവരും. ആ സ്റ്റോപ്പുകളൊക്കെ തൂത്തുവാരിയെടുക്കും. ആവശ്യത്തിനുള്ള ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിചാരിച്ച അതേ ദിശയിലേക്ക് മാർക്കറ്റ് കുതിച്ചുപോയും. ഇതിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ഹണ്ടിംഗ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്. സത്യത്തിൽ ഇത് പക്കാ ലിക്വിഡിറ്റി ഗ്രാബാണ്. അപ്പോൾ പ്രൊഫഷണലുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അവരെന്താണ് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുന്നത്? അവരുടെ ആ രഹസ്യം എന്താണെന്ന് നമുക്കിനി നോക്കാം. ഈ കാണുന്നതാണ് വ്യത്യാസം. ഇടതുവശത്ത് തുടക്കക്കാരൻ എപ്പോഴും ആൾക്കൂട്ടം പോകുന്ന വഴി തിരഞ്ഞെടുക്കുന്നു. എല്ലാവരും എവിടെയാണോ സ്റ്റോപ്പ് വെക്കുന്നത് ആ ഒഴുക്കിനനുസരിച്ച് അവരും അവിടെ തന്നെ വെക്കുന്നു. പക്ഷെ വലതുവശത്തുള്ള പ്രൊഫഷണൽ ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. അവരാ ലിക്വിഡിറ്റി സോണുകൾക്കപ്പുറത്തായിരിക്കും എപ്പോഴും സ്റ്റോപ്പ് വെക്കുക. ഇതാണ് $1 മില്യൺ ചോദ്യം. ഒരു പ്രൊഫഷണൽ ട്രേഡർ സ്വയം ചോദിക്കുന്നത് ഇതാണ്.
ഈ ട്രേഡിൽ സാധാരണക്കാർ, അതായത് ഭൂരിഭാഗം റീറ്റെയിൽ ട്രേഡർമാരും എവിടെയായിരിക്കും സ്റ്റോപ്പ് വയ്ക്കാൻ സാധ്യത? ആ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ സ്ഥലത്തെ ഒരു അപകട മേഖലയായി കണക്കാക്കി മനഃപൂർവ്വം ഒഴിവാക്കും. കാരണം അവർക്കറിയാം വില ആദ്യം അങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്ന്. ഇത് വെറുമൊരു ടെക്നിക്ക് മാത്രമല്ല, അതിലുപരി നിങ്ങളുടെ ചിന്താരീതിയിൽ തന്നെ വരേണ്ട ഒരു വലിയ മാറ്റമാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഓരോ ട്രേഡിലും ഞാൻ പ്രവചിച്ചത് ശരിയായിരുന്നു എന്ന് വരുത്തി തീർക്കലാണോ, അതോ അവസാനം ലാഭമുണ്ടാക്കലാണോ? എപ്പോഴും ശരിയാവണം എന്ന് വാശിയുള്ള ആൾക്ക് ഓരോ ചെറിയ നഷ്ടവും വലിയൊരു പരാജയമായി തോന്നും. എന്നാൽ ലാഭമുണ്ടാക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ചെറിയ നഷ്ടങ്ങൾ ഈ കളിയുടെ ഭാഗമാണെന്ന് നിങ്ങൾ അംഗീകരിക്കും. നഷ്ടങ്ങൾ ഒഴിവാക്കലല്ല, മറിച്ച് അവയെ നിയന്ത്രിക്കുന്നതിലായിരിക്കും നിങ്ങളുടെ ഫോക്കസ്. ഇതാണ് സ്റ്റോപ്പ് ലോസിന്റെ യഥാർത്ഥ പവർ. അതൊരു നഷ്ടം ഒഴിവാക്കാനുള്ള ടൂളല്ല, അത് നിങ്ങളുടെ നഷ്ടം ഒരു പരിധിയിൽ കൂടുതൽ വളരാതെ സംരക്ഷിക്കുന്ന ഒരു സേഫ്റ്റി നെറ്റാണ്. ഓർക്കുക, ചെറിയ ചെറിയ നഷ്ടങ്ങളല്ല, മറിച്ച് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒന്നോ രണ്ടോ വലിയ നഷ്ടങ്ങളാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിനെ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഒരു ട്രേഡ് എടുക്കുമ്പോൾ എന്റെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഹിറ്റാവുന്നതെന്താ എന്ന് ചോദിക്കരുത്. പകരം സ്വയം ഈ ചോദ്യം ചോദിക്കുക: ബാക്കിയുള്ള എല്ലാവരും സ്റ്റോപ്പ് വയ്ക്കാൻ സാധ്യതയുള്ള അതേ സ്ഥലത്താണോ ഞാനും വയ്ക്കുന്നത്? ഈ ചോദ്യം മതി നിങ്ങളുടെ ട്രേഡിംഗ് രീതിയെ തന്നെ മാറ്റിമറിക്കാൻ. ഈ ഒരു വാചകം മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കുക. സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ശത്രുവല്ല. ഈ പ്രവചിക്കാൻ പറ്റാത്ത മാർക്കറ്റിൽ നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണത്. അപ്പോൾ സ്റ്റോപ്പ് ലോസിനോടുള്ള നിങ്ങളുടെ ഈ പേടി മാറ്റി അതിനെ ഒരു സ്ട്രാറ്റജിക് ടൂളായി കാണാൻ ശ്രമിക്കുക. ആൾക്കൂട്ടം ചിന്തിക്കുന്നിടത്ത് നിന്ന് മാറി ചിന്തിക്കുക. ഈ ഒരു ചെറിയ മാറ്റം മതി നിങ്ങളുടെ ട്രേഡിംഗ് യാത്രയെ അടിമുടി മാറ്റാൻ. ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.